കാത്തിരിപ്പിനൊടുക്കം പാറശാല ഷാരോൺ കേസിൽ വിധി വന്നു. ആ കൊലപാതകം പോലെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് അതിലെ ശിക്ഷാവിധിയും. പ്രതി ഗ്രീഷ്മയുടെ പ്രായവും വിദ്യാഭ്യാസവും ഒക്കെ പരിഗണിച്ച് പരമാവധി ജീവപര്യന്തത്തിൽ നിൽക്കും എന്നായിരുന്നു പ്രതിയുടെയും അഭിഭാഷകരുടെയും പ്രതീക്ഷ. സാധ്യതകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധി പുറപ്പെടുവിച്ചു. 24 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വധശിക്ഷ. ഇങ്ങനെയൊരാൾ ഒരു നിലക്കും നമ്മുടെ സമൂഹത്തിൽ തുടർന്ന് ജീവിക്കാൻ അർഹയല്ല എന്ന തീർപ്പിലേക്ക് ജസ്റ്റിസ് AM ബഷീർ എത്തിയത് എങ്ങനെയാണ്? വിശദമായി പരിശോധിക്കാം. വധശിക്ഷയിലേക്ക് നയിച്ച കാരണങ്ങൾ, എന്തെല്ലാം തെളിവുകൾ ഗ്രീഷ്മയ്ക്കെതിരായി, ആ തെളിവുകൾ എത്ര കണ്ട് പ്രോസിക്യൂഷന് കോടതിക്ക് മുന്നിൽ ബോധിപ്പിക്കാൻ കഴിഞ്ഞു, അതൊരു വധശിക്ഷയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. പല തവണ കൊലപാതക ശ്രമം നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങേയറ്റം വൈകാരികമായ ഒരു തീർപ്പാണ് ഇക്കാര്യത്തിൽ കോടതി കൽപ്പിച്ചതെന്നുള്ളതാണ്. 539 പേജുള്ള വിധിന്യായത്തിൽ പൊതുവികാരം പൂർണ്ണമായും പ്രതിഫലിക്കുന്ന തരത്തിലുള്ള ജഡ്ജ്മെന്റാണ് എന്നുള്ള വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. കാരണം അത്രയധികം വൈകാരികമായ ഒരു കുറ്റമായിരുന്നു. മനസ്സകങ്ങൾ വെച്ചാൽ സമൂഹ മനസ്സാക്ഷി അത്രയധികം ഞെട്ടിച്ചൊരു ക്രൂരവും നിഷ്ഠൂരവും കേട്ടുകേൾവിയില്ലാത്തൊരു കൊലപാതകമായിരുന്നു. അതിൻ്റെ ആ ഗൗരവം അത്രമേൽ ഉൾക്കൊണ്ട്, അതിൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു വിധിയാണ് ജസ്റ്റിസ് AM ബഷീർ പുറപ്പെടുവിച്ചത് എന്നുള്ളൊരു വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിധിന്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ബ്രൂട്ടൽ ആൻഡ് ബ്രില്യൻ ക്രൈം എന്ന് വെച്ചാൽ അങ്ങേയറ്റം ക്രൂരവും സമർത്ഥവുമായ കൊലപാതകം ഒരു പെൺകുട്ടി നടത്തി എന്നതിലേക്കാണ് കോടതി എത്തിയത്. എന്ന് വെച്ചാൽ വിദ്യാസമ്പന്നയായിരുന്നു, ഇളം പ്രായമായിരുന്നു. ഇതൊന്നും പരിഗണിക്കേണ്ട ഒന്നല്ല. ഇതൊക്കെ പരിഗണിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ ആ ഗ്രീഷ്മ എന്ന പെൺകുട്ടി അവളുടെ വിദ്യാഭ്യാസം ഉപയോഗിച്ച് ഈ കൊലപാതകം എത്ര സമർത്ഥമായി നടത്താൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിച്ചതുകൊണ്ട് അവളുടെ വിദ്യാഭ്യാസം ഒരു നിലക്കും അവൾക്കൊരു പരിഗണനയല്ല, മറിച്ച് അവളുടെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കൂട്ടുകയാണ് അവളുടെ വിദ്യാഭ്യാസം എന്നുള്ളൊരു തീർപ്പിലേക്ക് കോടതി എത്തുന്നതോടുകൂടി നമ്മൾ കാണുകയാണ്. വിദ്യാഭ്യാസം ആസൂത്രണത്തിനായി ഉപയോഗിച്ചു എന്ന് വെച്ചാൽ ഈ കൊല്ലണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ ഷാരോൺ രാജിന് ഏത് വിഗിദ്ധേനയും വകവരുത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഗ്രീഷ്മ എത്തിയതിന് പിന്നാലെ എങ്ങനെ വകവരുത്താം എന്ന് വെച്ചാൽ താൻ കുറ്റവാളിയാകാതെ, താൻ ജയിലിൽ പോകാതെ, താൻ ഏതെങ്കിലും തരത്തിൽ ശിക്ഷ അനുഭവിക്കാതെ എങ്ങനെ ആരും അറിയാതെ ഷാരോണിനെ വകവരുത്താം, ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചുള്ള റിസർച്ചാണ്. അതായത് ഗ്രീഷ്മയുടെ വിദ്യാഭ്യാസം, ഗ്രീഷ്മ PG ഡിസ്റ്റിങ്ഷനോടൊരു പാസ്സായ ഒരു നല്ലവണ്ണം പഠിക്കാൻ കഴിവുള്ള മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ്. അവളുടെ വിദ്യാഭ്യാസം ആ സമയത്ത് ഉപയോഗിച്ചത് അത്രയും എത്ര ബ്രില്യൻ്റായി ഈ കൊലപാതകം ആസൂത്രണം ചെയ്യാം, അങ്ങനെ താൻ ഒരു ശിക്ഷ അനുഭവിക്കാതെ എങ്ങനെ ഈ ഷാരോൺ രാജിനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ച്. അപ്പോൾ വിദ്യാഭ്യാസം ഈ പെൺകുട്ടി ഉപയോഗിച്ചത് ഇത്രയും വലിയ ആസൂത്രണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അതൊരു ഒഴിവ് കഴിവല്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് കോടതി ഇതിനകത്ത് നടത്തിയത്. മരണം നരകയാതന അനുഭവിച്ച് ഷാരോൺ രാജ് ഈ കഷായം കുടിച്ചതിന് ശേഷം ഈ കളനാശിനി കഷായത്തിൽ കലർത്തി ഈ കഷായം ഷാരോൺ രാജിന് കുടിപ്പിച്ചതിന് ശേഷം അബോധാവസ്ഥയിലായ അല്ലെങ്കിൽ വലിയ തോതിൽ ഗുരുതരാവസ്ഥയിലായി മാറിയ ഷാരോൺ രാജ് പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് 11 ദിവസം. ഈ 11 ദിവസവും ജലപാനം പോലും നടത്താൻ കഴിയാതെ ആന്തരികാവയവങ്ങളൊക്കെ അഴുകി പൂർണ്ണമായും നശിച്ച് അങ്ങേയറ്റം നരകയാതന അനുഭവിച്ചാണ് ഷാരോൺ രാജ് ഒടുക്കം മരണത്തിന് കീഴടങ്ങിയത്. അപ്പോൾ ഈ 11 ദിവസം ഷാരോൺ രാജ് അനുഭവിച്ച നരകയാതനയ്ക്ക് മുഴുവൻ ഉത്തരവാദി ഒരേ ഒരാളാണ്. അതുകൊണ്ട് ശിക്ഷ പരമാവധിയാക്കണം എന്നുള്ളൊരു തീർപ്പിലേക്ക് കോടതി എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. മരണക്കിടക്കയിലും ഗ്രീഷ്മയെ കുറ്റപ്പെടുത്തിയില്ല. അത്രയധികം ഇപ്പോൾ കോടതി തന്നെ പറയുന്നുണ്ട്, അന്ധമായി പ്രണയിച്ചിരുന്നു, ഭ്രാന്തമായി പ്രണയിച്ചിരുന്നു ഗ്രീഷ്മയെ ഷാരോൺ. എന്ന് വെച്ചാൽ ഈ 11 ദിവസം ജലപാനം പോലും നടത്താൻ കഴിയാതെ അത്രയും ഗുരുതരാവസ്ഥയിൽ ഈ ആന്തരികാവയവങ്ങളെ കഴുകി വലിയ തോതിലുള്ള വേദന കടിച്ചമർത്തി കഴിയുമ്പോഴും ഒരിക്കൽ പോലും ഗ്രീഷ്മയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു പോലുമില്ല. അവസാന നിമിഷം മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും വാവേ എന്ന ഒരു പേരിൽ മാത്രമാണ് ഈ ഗ്രീഷ്മയെ അഭിസംബോധന ചെയ്തതെന്ന് കുടുംബം പറയുകയാണ്. അപ്പോൾ അത്രമേൽ പ്രണയിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു, അഗാധമായി പ്രണയിച്ചിരുന്നു. ആ പ്രണയത്തിന് ഗ്രീഷ്മ നൽകിയ പ്രതിഫലമാണ് ഈ രീതിയിലുള്ള ഒരു കൊലപാതകം. അതുകൊണ്ട് ഇതൊരു തരത്തിലും ദയവ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് പരമാവധി ശിക്ഷ എന്നുള്ള തീർപ്പിലേക്ക് കോടതി എത്തുകയാണ്.
ഷാരോണിനും ഇതേ പ്രായമല്ലേ? ഇളം പ്രായമാണ്, മാനസാന്തരത്തിനുള്ള അവസരം കൊടുക്കണം എന്നുള്ളതാണ് പ്രതിഭാഗം അഭിഭാഷകർ ചോദിച്ചത്. അതേസമയം ജഡ്ജ് എം ബഷീർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഷാരോണിനും ഇതേ പ്രായമായിരുന്നില്ലേ? ആ പ്രായത്തിൽ ഷാരോൺ രാജിനെ കൊന്നുകളഞ്ഞില്ലേ ക്രൂരമായി? അതുകൊണ്ട് ഇതേ കൺസേൺ, ഇതേ പരിഗണന, ഇതേ സംഗതി ഷാരോണിനും കൊടുക്കേണ്ടതല്ലേ? ഷാരോണിന്റെ കേസിലും കോടതി എടുക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട് ജഡ്ജ്. ആത്മഹത്യാശ്രമം അന്വേഷണത്തെ വഴി തിരിച്ചുവിടാൻ ഇതിനിടയിൽ ഈ പ്രതിയാണെന്ന് തിരിച്ചറിയുകയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വിചാരണ നടക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ജയിലിൽ വെച്ച് ഈ ലൈസോൾ കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട് ഗ്രീഷ്മ. അക്കാര്യത്തിലും കോടതി എത്തിയൊരു ഫൈൻഡിങ്, കോടതി എത്തിയൊരു തീർപ്പ് അത് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ളൊരു ശ്രമമായിരുന്നു. വെച്ചാൽ ആത്മഹത്യാശ്രമം നിരന്തരമായി നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഒരു മനസ്താപം ഉണ്ട് ഈ ഗ്രീഷ്മയ്ക്ക്. അപ്പോൾ അതും കൂടി കോടതി ജഡ്ജ്മെന്റിനെ സ്വാധീനിക്കാവുന്ന രീതിയിൽ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ഒരു നീക്കം ഗ്രീഷ്മയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതും ഈ ജഡ്ജ്മെന്റിൽ പ്രതിഫലിച്ചു എന്നതുകൂടി കാണണം. കൊലപാതകം പ്രകോപനമില്ലാതെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ ദിവസവും മിനിമം 10-ൽ കുറയാത്ത കൊലപാതകങ്ങൾ എല്ലാ ദിവസവും നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. പക്ഷെ ഓരോ കൊലപാതകങ്ങൾക്കും കൃത്യമായ പ്രകോപനം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളായാലും മറ്റായാലും ഒക്കെ. ഇക്കാര്യത്തിൽ ഇവിടെ ഒരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല. ഷാരോൺ രാജ് ചെയ്തത് ഗ്രീഷ്മയെ അന്ധമായി പ്രണയിച്ചുപോയി എന്നുള്ളൊരു കുറ്റം മാത്രമാണ്. അവിടെ മറ്റൊരു അറേഞ്ച്ഡ് മാരേജ് ബന്ധം വരുമ്പോൾ ഈ ഷാരോണിനെ ഒഴിവാക്കാൻ കണ്ടൊരു വഴി മാത്രമായിരുന്നു. നിരവധി തവണ അറ്റംപ്റ്റുകൾ നടത്തി. അവസാനം വലിയ ആസൂത്രണത്തോടുകൂടി, ബ്രില്യൻ്റായി ആസൂത്രണത്തോടുകൂടി ചെയ്ത ഒരു മർഡറാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ദയവും ഗ്രീഷ്മ അർഹിക്കുന്നില്ല എന്നുള്ള തീർപ്പിലേക്ക് കോടതി എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം അല്ലെങ്കിൽ ജീവപര്യന്തം ഇതൊക്കെയായിരിക്കും ഗ്രീഷ്മക്ക് കിട്ടാൻ പോകുന്നത് എന്നതായിരുന്നു നിയമവൃത്തങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചിരുന്ന സൂചനകൾ. പക്ഷേ ഇന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വധശിക്ഷയിലേക്ക്, അതും ഒരു പെൺകുട്ടിക്ക്, കേരളത്തിൽ നമുക്ക് കേട്ട് കേൾവിയില്ലാത്ത, അത്ര പരിചിതമല്ലാത്ത, ഒരുപക്ഷെ ഇത്രയും പ്രായം കുറഞ്ഞ ആദ്യത്തെ പെൺകുട്ടിയും കൂടിയാണ്. വെച്ചാൽ വധശിക്ഷ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളും കൂടിയാണ് ഗ്രീഷ്മ. അങ്ങനെ ഗ്രീഷ്മയ്ക്ക് എങ്ങനെ വധശിക്ഷയിലേക്ക് എത്തി ഈ കോടതിയും ജഡ്ജും? അതിന്റെ കുറെ കൂടി ആഴത്തിലുള്ള വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി സെയ്ഫ് സൈനുലാബ്ദീൻ പങ്കുവെക്കും. സെയ്ഫിന്റെ റിപ്പോർട്ടാണ്. രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് അപൂർവങ്ങളിൽ അപൂർവമായ കേസിനാണ് വധശിക്ഷ നൽകാൻ കഴിയുക. നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട് കോടതി, നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ആ കേസിനെ കണ്ടത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ്. എന്തുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമാകുന്നു എന്നുള്ളത് 568 വിധിന്യായത്തിൽ കൃത്യമായി തന്നെ ജഡ്ജ് എം ബഷീർ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ പലതരത്തിലുള്ള ഇളവുകൾ നൽകണം എന്ന ആവശ്യം പ്രതിഭാഗം പല ഘട്ടങ്ങളിൽ കോടതിക്ക് മുന്നിലേക്ക് വെച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ശിക്ഷയിന്മേലുള്ള വാദത്തിന്റെ സമയത്ത് പോലും അതൊന്നും കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല കോടതി വിധികൾ കണ്ടിട്ടുണ്ട്. പ്രായത്തിന്റെ പേരിൽ ഇളവ് നൽകുന്നത്, വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ ഇളവ് നൽകുന്നത്, മുൻപ് കുറ്റകൃത്യങ്ങൾ നടത്താത്തതിന്റെ പേരിൽ ഇളവ് നൽകുന്നതെല്ലാം വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള കാരണങ്ങളായി പല കോടതികൾ, കേരളത്തിൽ തന്നെ പല കോടതികളും അങ്ങനെ വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ 24 വയസ്സുള്ള ഗ്രീഷ്മ എന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഇളവും നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് കോടതി എത്തിച്ചേർന്നിരിക്കുന്നത്. അത് കോടതി കൃത്യമായി തന്നെ അതിന് കാരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. വളരെ ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകമാണ് നടന്നത്. അത് വിവിധ ഘട്ടങ്ങളിൽ പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകമാണ്. ക്രിമിനൽ മൈൻഡുള്ള ആളാണ് ഗ്രീഷ്മ എന്ന പ്രതി എന്ന് കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമായി കോടതി കണക്കാക്കുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും ആ വിധിന്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒന്ന്, പ്രായത്തിന്റെ ഇളവ് നൽകി ശിക്ഷയിൽ പരമാവധി കുറവ് വരുത്തണം എന്ന ആവശ്യം പ്രതിഭാഗം ശിക്ഷയിന്മേലുള്ള വാദത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. അതിനെ കോടതി തള്ളിക്കളയുന്നത് പ്രായത്തിനുള്ള ഇളവ് ഈ പ്രതിക്ക് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന് കാരണമായി കോടതി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരേ പ്രായത്തിലുള്ള ആൾക്കാരാണ്. ഷാരോണും ഗ്രീഷ്മയും ഒരേ പ്രായത്തിലുള്ള ആൾക്കാരാണ്. ഒരേ പ്രായത്തിലുള്ള ആളെ മറ്റൊരാൾ കൊന്ന ശേഷം തനിക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി കൃത്യമായി തന്നെ വിധിന്യായത്തിൽ വ്യക്തമാക്കുകയും കോടതി അത് തുറന്ന കോടതിയിൽ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പറയുന്നതിന് പിന്നാലെ തന്നെ കോടതി മറ്റൊരു വാചകം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. തനിക്ക് പ്രതിയെ മാത്രം കേട്ടാൽ പോരാ, മറ്റ് ചില ആൾക്കാരെ കൂടി കേൾക്കണം. അതുകൊണ്ടാണ് താൻ ഈ ജഡ്ജിമെന്റ് പറയുന്ന സമയത്ത് ഷാരോൺ രാജിന്റെ അച്ഛനെയും അമ്മയും കോടതിക്ക് ഉള്ളിലേക്ക് വിളിച്ചു വരുത്തിയത്. അവരുടെ ഭാഗം കൂടി, അവരെ കൂടി തനിക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രായവുമായി ബന്ധപ്പെട്ട പ്രതിഭാഗത്തിന്റെ വാദം കോടതി തള്ളിക്കളയുന്നത്.
പിന്നീട് പ്രതിഭാഗം ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിക്ക് മുൻപ് കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടു എന്നുള്ളതിന്റെ ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ളതാണ്. ആ വാദങ്ങളെ കോടതി പൂർണ്ണമായും നിരാകരിക്കുകയാണ്. അത് ആദ്യഘട്ടം മുതൽ കോടതി നിരാകരിച്ചു വരുന്നു. ഏറ്റവും ഒടുവിൽ കോടതി പൂർണ്ണമായും തള്ളി പറയുന്നു. അതിന് പറയുന്ന കാരണം 307 വധശ്രമം എന്ന് പറയുന്ന കുറ്റം ഇതിൽ കൃത്യമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ആദ്യം ഷാരോണിനെ കൊല്ലാൻ വേണ്ടി ഗ്രീഷ്മ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പാരസെറ്റാമോൾ കലക്കി കൊടുത്തത് കൊല്ലാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാൻ കഴിയുന്ന കുറ്റമാണ് വധശ്രമം എന്നുള്ളത്. ആ വധശ്രമം നടത്തിയ പ്രതി കുറ്റകൃത്യം മുൻപ് ചെയ്തിട്ടില്ല എന്ന വാദം നിലനിൽക്കില്ല എന്നാണ് ആ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് കോടതി വിധിന്യായത്തിൽ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് താൻ നല്ല മാർക്കോടുകൂടി പാസ്സായതാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് 2 ദിവസം മുമ്പ് കോടതിക്ക് മുന്നിൽ ഗ്രീഷ്മ ഹാജരാക്കിയിരുന്നു. അത് കോടതി പരിഗണിച്ചിട്ടേയില്ല. സമൂഹത്തിൽ കൃത്യമായ സന്ദേശം നൽകാൻ വേണ്ടി അത് കോടതി പറയുന്നൊരു വാചകമുണ്ട്. ഈ സ്നേഹിക്കുന്ന ആൾക്കാരെ വഞ്ചിക്കും എന്ന തരത്തിലുള്ള സന്ദേശമാണ് പൊതുസമൂഹത്തിൽ ഈ കേസ് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി വിധിന്യായത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് കടക്കുന്നത്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ വിവിധ വകുപ്പുകൾ ചുമത്തിയ വിവിധ വകുപ്പുകൾക്ക് ശിക്ഷ വിധിച്ചതിന് ഒടുവിൽ കോടതി 302 IPC 302 പ്രകാരം ഡെത്ത് സെൻറ്റൻസ് എന്ന വിധിന്യായം കൃത്യമായി തന്നെ കോടതി പറഞ്ഞു വെക്കുകയും ചെയ്തു. ഈ വിധി പറയുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വികാരം, ഒരു നിർവികാരയായി അതിനെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ഗ്രീഷ്മയാണ് കോടതി മുറിക്കുള്ളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഗ്രീഷ്മയാണ് നമുക്ക് കോടതിയിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ കാണാൻ കഴിഞ്ഞത്. ഈ വിധിന്യായം കേട്ട ഉടനെ തന്നെ പൊട്ടിക്കരയുന്ന 2 രക്ഷിതാക്കളെ അവിടെ കാണാൻ കഴിഞ്ഞു. ഷാരോണിൻ്റെ അച്ഛൻ്റെയും അമ്മയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഗ്രീഷ്മ അപ്പോഴും നിർവികാരമായി നിൽക്കുകയായിരുന്നു. ഈ വിധിന്യായം പൂർണ്ണമായും പറഞ്ഞു കഴിഞ്ഞ് ജഡ്ജ്മെൻറ്റിൽ ജഡ്ജ് ഒപ്പിട്ടതിന് പിന്നാലെ 2 പേരും ഷാരോണിൻ്റെ അച്ഛനും അമ്മയും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പിക്കൊണ്ട് ജഡ്ജിനോട് നന്ദി പറയുന്ന 2 രക്ഷിതാക്കളെ അവിടെ കാണാൻ കഴിഞ്ഞു. കോടതി വിധിന്യായം കൊണ്ട് പുറത്തേക്കിറങ്ങിയ ഗ്രീഷ്മയെ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ അവർ വണ്ടിക്കകത്തേക്ക് കയറുന്ന ഗ്രീഷ്മയും കാണാൻ കഴിഞ്ഞു. എന്തായാലും ഇത് വധശിക്ഷ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വധശിക്ഷ നൽകുന്നത് അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ അപൂർവമായിട്ട് മാത്രമാണ്. ഒരുപക്ഷെ ഒരു 3-4 സ്ത്രീകൾ എന്നതിനപ്പുറത്തേക്ക് വധശിക്ഷ അങ്ങനെ സ്ത്രീകൾക്കുള്ള വധശിക്ഷ അങ്ങനെ കടന്നു പോയിട്ടില്ല. ഇത് അതിൻ്റെ ഒരു പട്ടികയിലേക്ക് ഇതുകൂടി ഉൾപ്പെടുത്തുകയാണ്. പക്ഷേ നിയമവശങ്ങൾ ഗ്രീഷ്മയ്ക്ക് മുന്നിൽ ഇനിയുമുണ്ട്. ഹൈക്കോടതിയെ സമീപിക്കാം, അപ്പീൽ പോകാം. ഹൈക്കോടതി തള്ളിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോകാം, സുപ്രീം കോടതിയും തള്ളിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് മുന്നിലേക്ക് പോകാം. അങ്ങനെ നിയമവഴികൾ ഗ്രീഷ്മയ്ക്ക് മുന്നിൽ തുറന്നു കിടപ്പുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും അഡീഷണൽ സെഷൻസ് കോടതി, നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കൃത്യമായി തന്നെ ഒരു സന്ദേശം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥ പ്രേമത്തെ കൊന്നു എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി ഒരു പരിധിവരെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിധിന്യായം വായിക്കുമ്പോഴും പറയുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. സെയ്ഫ് അവസാനം സൂചിപ്പിച്ചതുപോലെ ഗ്രീഷ്മയെയും പ്രതിഭാഗം അഭിഭാഷകരെയും നിയമവൃത്തങ്ങളെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ടൊരു വധശിക്ഷ ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിൽ കൂടിയും അത് എളുപ്പത്തിലും വേഗത്തിലും നടപ്പാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ള ബോധ്യം സ്വാഭാവികമായും ഗ്രീഷ്മയ്ക്കും പ്രതിഭാഗം അഭിഭാഷകർക്കും ഒക്കെ ഉണ്ട്. കാരണം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് കേരളത്തിൽ ഒരു വധശിക്ഷ നടന്നത്. അപ്പോൾ ഇനി പല വഴികൾ ഗ്രീഷ്മയ്ക്ക് മുന്നിലുണ്ട്. സുപ്രീം കോടതി വരെ പോകാം, രാഷ്ട്രപതിയുടെ ദയയുടെ മുന്നിൽ വരെ പോകാം. അതിനു മുമ്പ്